ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയതമയെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് ടോം ജോസ് കുളങ്ങര എന്നായിരുന്നു. 10ാം ക്ലാസ്സിന് ശേഷം PDC ഞാനും പീറ്ററൊക്കെ ഒരുമിച്ചായിരുന്നു. സൈന്യത്തിൽ ചേരണമെന്ന മോഹവുമായി ബോംബെയിൽ പോയി കുറച്ച് നാൾ. ഒക്കെ തിരിച്ചു വന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അത് ഇടയ്ക്ക് വിട്ടിട്ട് ITC ചേർന്നു, ഇലക്ട്രീഷ്യൻ എടുത്തു, പ്രിന്റിംഗ് ടെക്നോളജി ഡിപ്ലോമ ചെയ്തു. ഇപ്പോൾ മഞ്ഞിൽ വിയർക്കുന്ന ഒരു പ്രവാസിയായിട്ട് സ്വിറ്റ്സർലൻഡ് രാജ്യത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. വൈഫിൻ്റെ പേര് ലീന. ഞങ്ങൾക്ക് 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പോൾ ഒരു 3.5 പതിറ്റാണ്ടായി ഞങ്ങൾ യൂറോപ്പിലാണ് താമസിക്കുന്നത്. എല്ലാ വർഷവും നാട്ടിൽ വരും. എൻ്റെ ഒരു ലീന ടോം കുളങ്കര. എൻ്റെ സ്വന്തം വീട് കാലടി മലയാറ്റൂർ നീലീശ്വരം ഭാഗത്ത് വരാപ്പുഴക്കാരൻ. പിന്നെ ഞാൻ പഠിച്ചത് സെയിൻറ്റ് സ്കൂളിലാണ്. 10ാം ക്ലാസ് വരെ സെൻറ്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ. നിങ്ങൾ ബോയ്സ് പോലെ ഞാൻ ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം പ്രീ ഡിഗ്രി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ് അങ്കമാലി. അതിനുശേഷം നഴ്സിംഗ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 1991 ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോയിട്ട് അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 34 വർഷമായി. ഞങ്ങളുടെ മൂത്ത മകൻ സഞ്ജയ് ടോം കുളങ്ങര, പിന്നെ മകള് കാവ്യ ടോം കുളങ്ങര. അവള് ഫാഷൻ ഡിസൈനിൽ പഠിച്ചു. അതിനുശേഷം ടെക്സ്റ്റൈൽ ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചു. ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ചാനലിന്റെ പേര് സ്വിസ് സഞ്ചാരി എന്നാണ്. എല്ലാവരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയറിന് പറ്റുകയും ചെയ്യുക. യാത്രകളെ കുറിച്ച് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ദയവായിട്ട് അതൊന്ന് കാണണം. പിന്നെ പുള്ളിക്കാരിക്ക് കൊണ്ടുപോകണം. ഹലോ, ഞാൻ എനിക്ക് ഹോം സയൻസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കുക്കിങ്ങിനോടൊക്കെ ഇച്ചിരി താല്പര്യം ഉള്ളതുകൊണ്ട് അടുപ്പും വെപ്പും എന്ന വലിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആക്റ്റീവ് ഒന്നല്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുന്ന പോലെ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടാമെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. 2 പേര്. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ 3 വർഷത്തോളമായി എൻ്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം തിരിച്ചിവിടെ വന്നു. കുഞ്ഞുങ്ങൾ എവിടെ സ്കൂളിൽ ചേർത്തവരെ സഹായം ഞാൻ ഇത്തോളം ഒക്കെ തന്നെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനെ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം വച്ചതുകൊണ്ട് എനിക്ക് പലരെയും കാണാനും എല്ലാവരുടെയും സ്നേഹവും ഒക്കെ അനുഭവിക്കാനൊക്കെ കഴിഞ്ഞു. കുഞ്ഞുങ്ങളും ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഈ കണ്ട മുഖങ്ങളൊക്കെ ഇവിടേക്ക് വെച്ച് കാണുമ്പോൾ ഒന്ന് കാണാൻ അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാകുമല്ലോ. അപ്പോൾ നല്ലൊരു കൂട്ടായ്മ നിങ്ങളത് തിരഞ്ഞെടുത്തതിലും അത് ഇങ്ങനെ വെച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഈ കൂട്ടായ്മ നല്ല നിലയിൽ പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തേക്ക് ഓർക്കും പ്രാർത്ഥിക്കണം. ഞാനൊരു ദൈവവിശ്വാസി കൂടി ആയതുകൊണ്ട് എനിക്ക് പറയുമ്പോഴും അങ്ങനെയുള്ള കാര്യമാണ് എനിക്ക് ആദ്യം മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതും. അപ്പോൾ ഇങ്ങനൊരു കൂട്ടായ്മ ഒരുക്കി തന്ന എല്ലാവരുള്ള നന്ദി ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ഒരു വാക്കുകൾ നടത്തുന്നു. വീട് പുതുമുറ്റിയിലാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം 3 വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്തു. അതിനുശേഷം 87 ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. 20 വർഷത്തെ സർവീസ് മെയിൻ്റനൻസ് ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയിരുന്നു വർക്ക് ചെയ്തത്. 20 വർഷം കഴിഞ്ഞ് 2007 തിരിച്ച് നാട്ടിലെത്തി. പിന്നെ 8 വർഷം വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനൽ വർക്ക് ചെയ്തു. ഇതിനിടയിൽ 95 മാരേജ് ചെയ്തു. വൈഫ് ബീന സന്തോഷ്. വീട് അഞ്ഞനാട്. 2 കുട്ടികളുണ്ട്. മകൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. മകള് ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു, ജർമ്മനിയിലാണ്. കൂടെ ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെ പേര് പീറ്റർ AV ആർക്കൽ ഹൗസ്, മൂക്കല്ലൂരിൽ തന്നെയാണ് താമസം. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉടനെ സ്റ്റുഡിയോ പ്രസ്ഥാനം ഞാൻ തുടങ്ങി. സ്റ്റുഡിയോ പ്രസ്ഥാനം തുടങ്ങി സ്റ്റാഫുകളൊക്കെ വെച്ച് അതിനുശേഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫുൾ ടൈം സ്റ്റുഡിയോ തന്നെയായിട്ട് മുന്നോട്ട് പോയി. 96 കല്യാണം കഴിച്ചു. ഭാര്യയുടെ പേര് ഷൈനി പീറ്റർ. ആളുടെ വീട് തിരുമടിക്കുന്നിലെ കണ്ടംകുളത്തി ആണ്. ആള് BA ആണ്. ഇവിടെ സ്കൂളിൽ കുറച്ച് ആൾ പഠിപ്പിക്കലായിരുന്നു. സെക്രട്ടറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കലായിരുന്നു. കുറച്ച് ആളായിട്ട് അവിടെ സ്കൂളിൽ നിർത്തി. ഞങ്ങൾക്ക് 2 മക്കളാണ്, എബിൻ പീറ്റർ, ഐവിൻ പീറ്റർ. 2 പേരും എഞ്ചിനീയേഴ്സാണ്. 2 പേരും UK-യിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. 2 പേരും പഠിച്ചതും അവിടെ തന്നെയാണ്. മൂത്താക്ക് 27 വയസ്സ്, രണ്ടാമത്താക്ക് 24 വയസ്സ്.
പറഞ്ഞതുപോലെ തന്നെ കല്യാണപ്രായമൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടൊന്നും ഇതുവരെ അടുത്തിട്ടില്ല. സാധ്യതയില്ല. കുറച്ചാൾ കൂടി ഇങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുക്കണം. ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത്, SSLC, പ്രീ ഡിഗ്രി, ഡിഗ്രി ഈ 3 തരത്തിൽ ഉണ്ടായിട്ട് ആദ്യം ഡിഗ്രിയുടെ ബാച്ച് ഞങ്ങൾ റീയൂണിയൻ ഉണ്ടാക്കി. അത് വളരെ സജീവമായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പം SSLCയുടെ ഉണ്ടാക്കി, പ്രീ ഡിഗ്രിയുടെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു സങ്കടം വീണ്ടും ഉണ്ട്. ഞാൻ തന്നെ പറ്റണമെന്ന് ശ്രമിച്ചു നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെയാണ് ജീവിത രീതികൾ. താങ്ക് യു. വീട്ടുപേര് പുതുശ്ശേരി, പോക്കുമേലാണ് വീട്. ഇപ്പോൾ എറണാകുളത്ത് തോക്കുംപടിയിൽ ഒരു 3 സ്റ്റാർ ഹോട്ടലിൻ്റെ ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഈ വളരെ കുറഞ്ഞ സമയങ്ങളിലുള്ള ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി മേഖലയായതുകൊണ്ട് ഈ ഓണാഘോഷത്തിൻ്റെ നല്ല തിരക്കാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ചില കാര്യങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നത്. പലപ്പോഴും പല കാര്യങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. അവസാന ദിവസങ്ങൾ ഞാൻ ഫ്രീ ആയിരുന്ന സമയത്ത് മറ്റുള്ളവർ ഫ്രീ അല്ലായിരുന്നു. മറ്റുള്ളവർ ഫ്രീ ആയ സമയത്ത് ഞാൻ തിരക്കിലായി. എന്തൊക്കെയാണ് അത് മറ്റൊരു കാര്യം. ഇത് വൈഫ് ആനി ഫ്രാൻസിസ്, പുള്ളിക്കാരി മൂക്കന്നൂർ പഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു, 4ാം വാർഡിൽ. മക്കൾ 2 പേര്. മൂത്ത മകള് ഫെസ്നി ഫ്രാൻസിസ്, ഇളയ മകള് ഫെന്നി ഫ്രാൻസിസ്. ഫെസ്നി വിപ്രോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം MTech ചെയ്യുന്നുണ്ട്. ഇളയ മോള് BSc ജിനോമിക്സ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ മൂക്കുന്നിൽ താമസിക്കുന്നത് ഒലുകൊണ്ടിലായിരുന്നു. ഒലുകൊണ്ടിൽ നിന്ന് 2007 നമ്മുടെ മൂക്കുന്നിൽ ദേശത്ത് വന്ന് താമസിക്കുന്നു. വിദേശത്ത് പോയി ഒരു 10-15 കൊല്ലം. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എന്നുവെച്ചാൽ എല്ലാവരും കോറിൽ കൊണ്ടല്ലോ, അതൊന്നും കോറിൽ പോകുന്ന ആഗ്രഹം അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു കൊല്ലം നമ്മളെ മുക്കനാക്കിയിൽ പോകാൻ താല്പര്യം. ഒരു കൊല്ലം എൻ്റെ പാലായിട്ട് ആലുവയിൽ പാലായിട്ടുണ്ട്. അവിടെ ഒരു കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ പോലോ എന്നൊരു കണ്ടീഷനിലാണ് ചെല്ലുന്നത്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് പോകാൻ ചിന്തിക്കുന്ന കാര്യമായിട്ട്. അങ്ങനെ വീട്ടിൽ ഒരു വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ പഠിത്തം കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞു വന്നിപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങാം മുക്കുന്നൂർ. അങ്ങനെ ഒരു പൈപ്പുള്ളി സെയിൽസ് ആൻഡ് സർവീസ്, സെയിൽസും ഉണ്ട് സർവീസും കൊണ്ട് തുടങ്ങാന്ന് വെച്ച് 1985 മെയ് 15-ാം തീയതി ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് തുടങ്ങി 92 ചേട്ടൻ കല്യാണം കഴിഞ്ഞു. 93 ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ തമ്മില്ല, ഞാൻ ബോംബെയിലോ എവിടെയെങ്കിലും വന്നു. അങ്ങനെ ഞാൻ കോവിഡിലേക്ക് പോയി. അങ്ങനെ ആ പോലെ ഒന്നും നടന്നില്ല. കോവിഡിൽ പോയിട്ട് അനിയത്തെ കല്യാണം 96 ജനുവരി 21. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം ഇവിടെ എലക്ഷനൊക്കെ നടന്നിട്ട് പിന്നെ 2000 പോകാണ്. അപ്പം തോന്നി പേര വളർന്നിട്ട് നിങ്ങൾ ഒരു കൊടുക്കുന്നു, ഒരു വാശിയില്ല, അറിയാം. അങ്ങനെ പോയി 3 ഒരാളുണ്ട് ഒന്നിച്ച് 2 പേര വളർന്നിട്ട് ഈ ആദേശത്ത് പേര വളർന്നു കഴിഞ്ഞ് 3 എത്തിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാണുള്ളത് 2005 മോൻ 2000. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ താമസാക്കി തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്ന് കടയിൽ 2 കൊല്ലം പിന്നെ നോക്കിയപ്പോൾ രക്ഷയില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ പോതൻകുറ്റിയിൽ നോമാൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഇലക്ട്രീഷ്യനാണ്. ഇത്രയുള്ള ഒരു ബാക്കിയിട്ടുണ്ട്. എൻ്റെ പേര് നയാന. ഞാൻ കറുകുറ്റിയിലെ അറ്റ്ലീസ്റ്റിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ മകൻ ജെപ്പിൻ, അവന് FCI വളർത്തിപ്പിൽ ജോലി ചെയ്യുന്നു 4 വർഷം. എൻ്റെ പേര് ജാസ്ന. ഞാൻ ഫൈനൽ ഇയർ BCA സ്റ്റുഡൻ്റ് ആണ്. നിർമ്മല കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മേലൂരാണ് പഠിക്കുന്നത്. എൻ്റെ വൈഫ് സുബി, ഇത് മകൻ റോജർ. ഞങ്ങൾക്ക് മൂത്ത മകനും കൂടിയുണ്ട് റോഷൻ. റോഷൻ ആർക്കിടെക്റ്റ് ആണ്, ദുബായിൽ വർക്ക് ചെയ്യുന്നു. റോജർ MA കോളേജിൽ BTech ചെയ്യുന്നു. എനിക്കൊരു പെയിന്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ചെമ്പലൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ചാക്കോച്ചൻ, ഇത് എൻ്റെ സഹധർമ്മിണി റീജി. ഞങ്ങൾക്ക് 3 മക്കളാണ്, 3 പേരും പഠിക്കുകയാണ്. മൂത്ത ആൺകുട്ടിയാണ് നോയൽ, ആള് MBAക്ക് പഠിക്കുന്നു. ബാക്കി താഴെയുള്ള 2ാമത്തെ ആള് BCom കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് പഠിക്കുന്നു, നേഹ. 3ാമത്തെ ആള് ഹിബ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അങ്ങനെ ആണ് ഞങ്ങളുടെ കുടുംബം. ഞാലുക്കരയാണ് താമസം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് UC കോളേജിൽ പ്രീ ഡിഗ്രി UC കോളേജിൽ പഠിച്ചു.
അതിനുശേഷം ഉടനെ തന്നെ ന്യൂ ഇന്ത്യ അഷുറൻസിൽ ജോലി, 2008 വരെ ആ ജോലി. അത് കഴിഞ്ഞിട്ട് അത് രാജിവെച്ചിട്ട് കുറച്ച് നാൾ വിദേശത്ത് പോയി. 2022 വരെ ആ ജോലിയിൽ നാട്ടിലും ഇവിടെയായിട്ട് അങ്ങനെ തുടർന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് അങ്കമാലിയിൽ ഒരു സ്ഥലത്തൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ ചില ജോലികൾ അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ജീവിതം പോകുന്നത്. ഇത്രയൊക്കെയാണ് വിവരങ്ങൾ. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. MP ശരിക്കും സ്ഥലം നോക്കുന്നത് തന്നെയായിരുന്നു ആണ്. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാൻ ഫാമിലി ഞാൻ സ്വന്തമായിട്ട് ഒരു JCBയുടെ ഒരു പരിപാടിയാണ് കൊണ്ടുവരുന്നത്. ഇത് ഞങ്ങൾ 90-ൽ ഞങ്ങൾ മാരേജ് ചെയ്യുന്നത്. നമ്മളോട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പഠിച്ച ആളാണ്. റോസാക്കേടി എന്നാണ് സ്കൂൾ നെയിം. വേറെ 2 മക്കളാണ്. മോൻ എൻ്റെ കൂടെ തന്നെയാണ്, ബിസിനസ്സിലാണ്. മോള് മാരേജ് കഴിഞ്ഞപ്പോൾ അവള് ഗുരുവായൂർക്ക് കൊടുത്തിരിക്കുന്നത്. അവർ 2 പേർക്കും ഓരോ കുട്ടികളുണ്ട്. എൻ്റെ പേര് വർഗീസ്. താമസിക്കുന്നത് തൊറൂർ പഞ്ചായത്തിൽ പുല്ലാനി എന്ന പ്രദേശത്താണ്. ഞാൻ 25 വർഷമായിട്ട് അങ്കമാലിയിൽ ട്രാക്കോൺ കൊറിയർ സർവീസ് നടത്തുകയാണ്. ഞാനും എൻ്റെ കുടുംബവും, വൈഫും മകനും കൂടെയുണ്ട് കൊറിയറിൽ. അതുകൂടാതെ DHL, FedEx എന്നീ കൊറിയറുകളുണ്ട്. ലോകത്ത് എവിടേക്കും ആർക്കും കൊറിയർ അയക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും ഞാനൊരു ഓഫർ പറയുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മളെ സമീപിച്ചാൽ നിങ്ങൾക്ക് വിദേശത്തേക്കോ ഇന്ത്യയുടെ അകത്തോ എവിടെ വേണമെങ്കിലും വളരെ മിതമായ നിരക്കിലും നല്ല രീതിയിലും കൊറിയർ അയച്ചു തരാനായിട്ടും സാധിക്കും. ഇനി നമ്മളൊരു കുടുംബമാണ്. അപ്പോൾ ആ കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങളാണെന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഈ ഓഫർ നൽകുന്നത്. നമ്മുടെ ഇത് അല്പം വൈകിപ്പോയി. പല സ്ഥലങ്ങളിലും പലപ്പോഴും ഞാൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ കാണുമ്പോഴൊക്കെ വിചാരിക്കാറുണ്ടായിരുന്നു, നമ്മൾക്കും ഇതുപോലൊരു ഗ്രൂപ്പ് ആരും മുൻകൈയെടുത്ത് നടക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം. ഇപ്പോൾ ഒടുവിൽ 42 വർഷത്തിന് ശേഷം അതിവിടെ യാഥാർത്ഥ്യമായി. അതിനുവേണ്ടി നമ്മുടെ ഭാരവാഹികൾ പീറ്ററും ടോമും ചാക്കോച്ചനും സന്തോഷും എല്ലാം വളരെയധികം ദിവസങ്ങളായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. എന്നെ പീറ്റർ വളരെ പാടുപെട്ടാണ് എൻ്റെ നമ്പർ കണ്ടെത്തി എന്നെ ഒരു പ്രാവശ്യം മാത്രമേ എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അത് വളരെ ആത്മാർത്ഥമായി തന്നെ സ്വീകരിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഫാമിലിയും ഇന്നും ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കിപ്പോൾ ഒരു 15ഓളം കോള് വന്നു കഴിഞ്ഞു. തിരക്കിൽ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇതിനു വേണ്ടിയിട്ട് പാടുപെട്ട എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഇത് നമുക്ക് തുടർന്നു പോകാനായിട്ട് കഴിയണം. ഇത് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒത്തിരി മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭാവിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി ഭാരവാഹികൾ പ്രവർത്തിക്കണം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ സഹകരണങ്ങളും ഈ പ്രസ്ഥാനത്തിനുണ്ടാകും. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മൈക്ക് എൻ്റെ ഭാര്യയ്ക്ക് കൈമാറുന്നു. എൻ്റെ പേര് ലീന വർഗീസ്. ഞാനും രണ്ടു കൂടെ തന്നെ കൊറിയറിൽ ഓഫീസർ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട് ചാലക്കുടി കഴിഞ്ഞ് കുറ്റിച്ചിറ. പഠിച്ചത് ചാലക്കുടി പനമ്പള്ളി കോളേജിൽ ഡിഗ്രി ജ്യോതിസ് കോളേജ്. ഞങ്ങൾ 3-4 വർഷമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ലേഡീസ് ഓൺലിയാണ് ഡിഗ്രി പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആരെയും. ഇപ്പോൾ കൂടിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. അവർ ഞങ്ങൾ പങ്കുചേരും. എൻ്റെ പേര് കെസിയ വർഗീസ്. ഞാൻ ഇപ്പോൾ +2 കഴിഞ്ഞ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ പേര് എഡ്വിൻ വർഗീസ്. ഞാൻ ഡിഗ്രി BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു ശ്രീശങ്കര കോളേജ് കാലടി. ഇപ്പോൾ LLB അറ്റ് എറണാകുളം ലോ കോളേജിലാണ് പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ. എൻ്റെ പേര് തോമസ് KV, ഒലിമൗണ്ട് സ്ഥലം. ഇത് എൻ്റെ ഭാര്യ. ഞങ്ങൾക്ക് 2 മക്കളാണ്, ഒരു പെണ്ണും ഒരു ആണും. രണ്ടാൾക്കൊരു കല്യാണം കഴിഞ്ഞു. ഞാൻ എൻ്റെ മോൻ്റെ മക്കളാണ്. രണ്ടാളും വിദേശത്ത് ജോലി ചെയ്യുന്നു, മോനും മരുമോളും. എൻ്റെ വീട് ഒലിമൗണ്ട് തന്നെയാണ്. എൻ്റെ പേര് ലിസി. മക്കള് ഒരാൾ കാനഡയിലാണ്, മോൻ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്നു, ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. മോൻ്റെ മക്കള് മോക്ക് 3 പിള്ളേരും. പേര് പറയേണ്ട, പേര് ആന്റണി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ITC കഴിഞ്ഞു. വെൽഡറായിരുന്നു. പക്ഷെ വെൽഡറിന് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞ് നേരെ ഫോർമേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഭോപ്പാലിൽ പോയി. ഭോപ്പാലിലാണ് പിന്നീട് പഠിച്ചതൊക്കെ. പഠിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അതിനുശേഷം തിയോളജി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും വീണ്ടും നോർത്തിലോട്ട് തന്നെ പോയി, ഗോരഖ്പൂർ പോയി. അതോടൊപ്പം തന്നെ മെന്റലി ചലഞ്ചറായിട്ടുള്ള കുട്ടികളെ പരിശീലിപ്പിക്കുവാനുള്ള കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം 3 വർഷത്തോളം ഞങ്ങളുടെ ഝാൻസിയിലെ ഒരു സ്കൂളിൽ 3 വർഷം വർക്ക് ചെയ്തു. പിന്നെ ഗോരഖ്പൂര്, ഝാൻസി, ഭോപ്പാൽ, സത്തന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ടൊരു 12-13 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. വീണ്ടും തിരിച്ച് കേരളത്തിൽ വന്നു. കുട്ടികളുടെ ബോയ്സ് ഹോമിലേക്ക്, അനാഥശാലകളിൽ ആയിരുന്നു പിന്നീടുള്ള വർക്കുകൾ. ഇപ്പോൾ പ്രായമായവരുടെ അനാഥശാലയിൽ വർക്ക് ചെയ്യുന്നു. ഒരു 2 ആഴ്ചയായുള്ളൂ ബീച്ചിൽ എത്തിയിട്ട്. അതിനു മുന്നേ സുൽത്താൻ ബത്തേരിയിലായിരുന്നു, വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിലായിരുന്നു. അവിടെ 40 അപ്പച്ചന്മാരുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. തിരിച്ച് 8-10 പേരോളം ബെഡ്രിഡനായിട്ടുള്ളവരായിരുന്നു. അവരുടെ കുളിപ്പിക്കുക, അവരുടെ എല്ലാം ചെയ്തു കൊടുക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തനം തന്നെ സമൂഹത്തിൽ ഏറ്റവും തഴയപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പരിപാലിക്കുക എന്നതാണ് ഇപ്പോഴുള്ള സ്ഥലങ്ങളിൽ ഉള്ളതും ഇത് തന്നെയാണ്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരും വൃദ്ധരുമായിട്ടുള്ളവരാണ്. ഒപ്പം കഞ്ചാവ് അതിനൊക്കെ അടിമപ്പെട്ടവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. 28 വയസ്സ് പ്രായമുള്ള ഒരു മകന്റെ കാലൊക്കെ മുറിച്ച് കിടക്കുകയാണ്. അവൻ കഞ്ചാവ് അവൻ ചെയ്യാത്തതൊന്നുമില്ല എന്നാണ് അവൻ പറയുന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിശീലന ഘട്ടങ്ങളിലൂടെയാണ് ഇന്നും ഞാൻ കടന്നു പോകുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നിങ്ങളെ കാണാൻ സാധിച്ചത് വലിയൊരു കുടുംബത്തിലേക്ക് ഇത് ആകർഷിച്ചതിനും ഒത്തിരി നന്ദി. ദൈവം ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദാസൻ തത്വത കാരമറ്റത്താണ് വീട്. ഇതെൻ്റെ സഹധർമ്മിണി. ഞങ്ങൾ 96 വിവാഹിതരായി. 2 കുട്ടികളാണുള്ളത്. 2 പെൺകുട്ടികളാണ്. 2 ആളും വിവാഹിതരാണ്. മൂത്ത ആള് M.Com കഴിഞ്ഞു. ആളുടെ വിവാഹം കഴിഞ്ഞ ആള് ബഹ്റിനിൽ. അവരുടെ ഹസ്ബൻഡിന് അവരുടെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ മകൾ നോക്കുന്നു. അങ്ങനെ അവർ ബഹ്റിനിലാണ്. ഇളയാൾ MBA കഴിഞ്ഞു. ആളും വിവാഹിതയാണ്. അവർക്ക് 2 ആൾക്കും ഓരോ കുട്ടികളുണ്ട്. ഇളയ മകനും ബിസിനസ് തന്നെയാണ്. ഇവിടെ എക്സ്പോർട്ടിങ് ബിസിനസ് ചെയ്യുന്നു. ഞങ്ങൾ 2 ആളും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏജന്റുമാരാണ്. 13 വർഷമായിട്ട് സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. ലൈഫിൻ്റെ പേരിൽ LIC ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇടയ്ക്ക് സ്റ്റാർ ഹെൽത്താണ് ഇത്തിരി നല്ലത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് LICയിൽ നിന്ന് പുറകോട്ടൊക്കെ മാറി. എനിക്ക് ഈ അവസരത്തിൽ ഒന്ന് പറയാനുള്ളത്, ഞങ്ങളോട് എല്ലാവരോടും, നമുക്കെല്ലാവർക്കും എന്നിൽ കൂടുതൽ അറിവുള്ളവരായിരിക്കാം എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും നമ്മൾക്ക് ആവശ്യമായ പ്രൊട്ടക്ഷനുള്ള ഒരു ഇൻഷുറൻസ് ഏത് മേഖലയിൽ ഏത് കമ്പനിയിലായിക്കൊള്ളട്ടെ നിങ്ങൾ എടുത്തു വയ്ക്കണം. നമ്മൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിലിട്ടാലും അത് ഒരു ദിവസം ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. നിലവിൽ ആദ്യം ഉണ്ടായിരുന്ന ഇൻഷുറൻസുകളൊക്കെ ഞാൻ ചാക്കോച്ചൻ്റെ മുമ്പിൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിമുമായി ബന്ധപ്പെട്ട് ചെന്നൊരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അന്ന് ചാക്കോച്ചൻ എനിക്ക് വേഗം അദ്ദേഹത്തിന് മുമ്പിൽ കസേര ഇല്ലായിരുന്നു. എന്നാലും എനിക്കൊരു ചെയർ വേഗം സംഘടിപ്പിച്ചു തന്നു. എനിക്ക് മറ്റു അക്കൗണ്ടുകളൊക്കെ ഉണ്ടായിട്ടും ചാക്കോച്ചൻ പറഞ്ഞു, ദാസാ നിനക്ക് അക്കൗണ്ട് വേറെ ബാങ്കിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എഴുതി തന്നോ, ഞാനിപ്പോൾ തന്നെ എനിക്ക് ക്യാഷ് ചെക്ക് തരാം. അങ്ങനെ തന്നപ്പോൾ അവിടെ ഇരുന്ന ഒരു പിഴയോട് അദ്ദേഹത്തെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചതായി ഞാൻ എൻ്റെ വൈഫിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു, താങ്കൾക്ക് 1-2 പ്രാവശ്യം ചാക്കോച്ചൻ ക്ഷമിച്ചു നോക്കി. അപ്പോൾ പുള്ളി വിടുന്ന വിട്ടില്ലാതെ ചാക്കോച്ചൻ പറഞ്ഞു, താങ്കളുടെ കാര്യം അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ക്യാഷ് ചെക്ക് അപ്പം തന്നെ തരാനുള്ളൊരു അവസരം അന്ന് ചാക്കോച്ചൻ കാണിച്ചു. പിന്നെ ആ മേഖലയിൽ ഉണ്ടായ ഒരാളാണ്. വളരെ നല്ല സുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ഒരാളും ചാക്കോച്ചൻ. എനിക്കത് 10 പ്രാവശ്യം ഞങ്ങൾ ഓഫീസിൽ പോകേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം 22 കൊല്ലം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് അടച്ചിരുന്നു. സ്റ്റാർ ഹെൽത്തിൽ വന്നതിന് ശേഷം എൻ്റെ സ്റ്റാർ ഹെൽത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. ഞാനിത് അവസരം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുമ്പിൽ കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു കുട്ടി ക്ലെയിം എടുക്കാനായിട്ട് വന്നു. അവരുടെ വീട്ടിൽ അന്നുണ്ടായ ഹോസ്പിറ്റൽ എക്സ്പെൻസ് 30 ലക്ഷം രൂപയാണ്. അപ്പോൾ 1 മാസം കൊണ്ട് അവർ പേ ചെയ്ത ബില്ലാണത്. അതിനകത്ത് 9 ലക്ഷം രൂപ മാത്രമാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് അവർക്ക് കിട്ടാനിട വന്നത്. കാരണം അത്ര 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരു റിന്യൂവലിൻ്റെ സമയമായതുകൊണ്ട് രണ്ടാമത്തെയും ക്ലെയിം ചെയ്തപ്പോൾ ഒരു 9 ലക്ഷം രൂപ കിട്ടി. ബാക്കി വന്നാൽ എത്ര കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഏറ്റവും വലിയ കാർഡാണ് ഇൻഷുറൻസിൻ്റെ കാർഡ്.
അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ കവറേജ് എത്രയാണ് നമ്മൾ ഇപ്പോഴെങ്കിലും ചിന്തിക്കുക. നമുക്ക് ഇപ്പോൾ 58-60 താഴെയുള്ള ഏജ് ആയിരിക്കുള്ളൂ, ഇപ്പോൾ ഉയർത്താനൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പോൾ മാക്സിമം നേരത്തെ അതാത് കമ്പനിയിൽ, ഇതൊരു ബിസിനസ് രീതിയിലല്ല ഞാൻ അതിനെ കാണുന്നതെന്ന് തീർച്ചയായും മനസ്സിലാക്കണം. അതിന് നമ്മളെ ഉള്ള കമ്പനിയിൽ തന്നെ കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടാവുന്ന വിധത്തിൽ കവറേജ് കിട്ടാവുന്ന ഇൻഷുറൻസ് എടുക്കണം. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഇതെന്ന് എളിയ അഭ്യർത്ഥന ചെയ്യുന്നു. നന്ദി. ഈ അവസരം ഇവിടെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും എനിക്ക് ചാക്കോച്ചനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ലാത്ത ആളാണ്. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഞങ്ങളൊക്കെ പത്തിപ്പടി, ഞങ്ങളൊന്നും വലിയ പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു, മിനിമത്തിലൊക്കെ പോകുന്ന ഒരാളാണ്. ചാക്കോച്ചൻ അന്ന് 10ൽ പഠിക്കുമ്പോൾ 9ലുള്ള പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു, 8ൽ പഠിക്കുമ്പോൾ 7ലുള്ള പിള്ളേർക്ക് ട്യൂഷൻ എടുക്കും. ഞങ്ങൾക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. വളരെ സ്നേഹത്തോടുകൂടി യാതൊരു മാറ്റമില്ലാതെ കാണുന്ന ഒരാളാണ് ചാക്കോച്ചൻ. സന്തോഷം അതുപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്താണ്. ഞാൻ നേരത്തെ പേരെടുത്ത് പറയാൻ എൻ്റെ എനിക്ക് തോന്നുന്ന സാഹചര്യം മറ്റുള്ളതായതുകൊണ്ടാണ് അധികം സംസാരിക്കായിരുന്നത്. എല്ലാവർക്കും നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. വീണ്ടും തുടർന്ന് പോകാനും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എത്താത്തവരെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. EP ജോർജാണ്. എൻ്റെ വീട്, സ്വന്തം വീട് കരുവാലൂർ എന്ന് പറയും, നോർത്ത് പറവൂരടുത്താണ്. ഞാൻ അത്രയും ദൂരയിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ കാരണം ഞാൻ ഇപ്പുറത്തുള്ള ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ബാലനഗർ എന്നൊരു സ്ഥാപനം ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. ഞാൻ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞിട്ട് 2 കൊല്ലം ഞാനിവിടെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ITCയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഐസ് ഫാക്ടറിയിൽ, നിങ്ങൾക്കറിയാം, വലിയ ബ്ലോക്ക് ഐസിൽ 50 കിലോത്തിൻ്റെ ഐസ് ഉണ്ടാക്കുന്ന പ്ലാന്റിൽ മെഷീൻ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു കടലൊക്കെ ഉണ്ട് ആ ഭാഗത്ത്, മുനമ്പം എന്ന് പറയുന്ന സ്ഥലം. എനിക്ക് 2 മക്കളാണ്. മോൻ ഐസക്ക്, അവൻ ആർക്കിടെക്റ്റാണ്, ഇവിടെ SMSലാണ് പഠിച്ചത്. ഇപ്പോൾ പാലാരിവട്ടത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്നു. മോള് ഇപ്പോൾ MA കോളേജിൽ MSc ചെയ്യുന്നു. PC കോളേജിലാണ് BSc പഠിച്ചത്. എനിക്ക് ഒരു ഭാര്യയുള്ളൂ. PWDയിലാണ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നിസ്സാര കാരണത്തിന്റെ പേരിൽ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 56 വയസ്സായ പിന്നെ തുടരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. സഹിച്ചില്ല. അദ്ദേഹം പുള്ളിക്കാരത്തിയുടെ കൂടെയുണ്ട്. വരാഞ്ഞത് പുള്ളിക്കാരത്തിയുടെ അമ്മ ഹോസ്പിറ്റലൈസറാണ് ആശുപത്രിയിൽ. ഇപ്പൊ പുള്ളിക്കാരത്തിയാണ് കൂടെ നിൽക്കുന്നത്, അമ്മച്ചിയുടെ കൂടെ. അതുകൊണ്ടാണ് വരാഞ്ഞത്. മക്കൾ 2 പേരും പഠനമായിട്ട് ബന്ധം ജോലിയിലാണ്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടി ഇത് പറഞ്ഞത്, ഇവിടെ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. വീട് നോക്കുന്നൊരു പള്ളിയുടെ ഫ്രണ്ടിലാണ്, മാടശ്ശേരിയാണ്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഡിഗ്രി പകുതിയാക്കി ബാംഗ്ലൂർക്ക് കയറിയാണ്. ഇത് കഴിഞ്ഞ് തിരിച്ച് ബിസിനസ്സും കാര്യങ്ങളായിട്ടായിരുന്നു. ഇന്നിപ്പോൾ ആരോഗ്യത്തിൻ്റെ ഒരു ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് അങ്കമാലിക്കടുത്ത് മോണിസാർ കോളേജിൻ്റെ ബാക്കിലൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളുടെ എല്ലാ പരിപാടികളും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ സമീപിക്കാം. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് ഈ സംഘടന യൂണിയൻ ഇത് ചെയ്തിട്ടുള്ള എല്ലാ സംഘടനകൾക്കും ദൈവത്തിൻ്റെ ഭാഷയിൽ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. അതെൻ്റെ മകളാണ്. എൻ്റെ ഭാര്യ വരാനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വയസ്സായ അപ്പനുണ്ട്, ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വരാൻ പറ്റാത്തതിൻ്റെ ഇത് മാത്രം വേണം. മകളുണ്ട്, മകൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്നു, മകൾ നേഴ്സിംഗിലാണ്. എൻ്റെ പേര് ആൻമരിയ. ഞാൻ ബാംഗ്ലൂരിലെ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേര് ആൽഫ്രഡ്. അവനിപ്പോൾ കോളേജിൽ MBA ചെയ്യുന്നു. അമ്മ ബിന്ദു ജോയ്. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, അമ്മ ഹൗസ് വൈഫാണ്. പേര് TA ജോർജ്. ഭാര്യയും 3 മക്കളുമാണ്. എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. മകൻ ജിമ്മി, മൂത്ത മകള് ദുബായിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയവള് അക്കൗണ്ടൻ്റായിട്ട് നാട്ടിൽ തന്നെയുണ്ട്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു, മാമോദിസം കഴിഞ്ഞു. എല്ലാം അങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഞാൻ എയർപോർട്ടിൽ പ്രീപെയ്ഡ് ടാക്സി ആയിട്ട് വർക്ക് ചെയ്യുന്നു 10 കൊല്ലമായിട്ട്. എന്തെങ്കിലും എയർപോർട്ട് സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ സമീപിക്കാം. വിവാഹം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. 7 ആൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു. PDC പഠിച്ചത് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കറുകുറ്റി. പിന്നെ IT പഠിച്ചുകൂടെ. പിന്നെ 3 കൊല്ലം ഗൾഫിലുണ്ടായിരുന്നു. എൻ്റെ പേര് സിനി ആൻ്റണി. വീട് മഞ്ഞപ്പുറ, തവളപ്പാറ. അപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കാരണം ഞാൻ ഇതായിട്ട് പറഞ്ഞ് എന്നും പോവലുണ്ട്. ഞാൻ SLC ബാച്ചുണ്ട്, പ്രീ ഡിഗ്രി ബാച്ചിലുണ്ട്, ഡിഗ്രി ബാച്ചിലുണ്ട്.
അപ്പൊ ഓരോ മരണവും വിവാഹമൊക്കെ വരുമ്പോ ഞാൻ പോകും. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിനക്ക് ഇതിനല്ലേ നേരമുള്ളൂന്ന്. അപ്പൊ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോ ഞാനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നാൽ എനിക്കും സപ്പോർട്ട് കിട്ടൂല്ലോ പോകാനായിട്ട്. അപ്പൊ ഒരേ കല്യാണവും മരണമൊക്കെ വരുമ്പോ രാത്രിയൊക്കെ ആണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഞാൻ ചേട്ടനെ കൂട്ടി പോകും. അപ്പൊ എന്റെ ഫ്രണ്ട്സും ചേട്ടനായിട്ട് നല്ല പരിചയമായിപ്പോ. പിന്നെ പല പൊസിഷനിൽ ഇരിക്കണവരുള്ളവര്. അപ്പൊ നമുക്ക് പല ഉപകാരങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ നല്ല സപ്പോർട്ടായ എൻ്റെ ഇതിന്. പിന്നെ ഞങ്ങളുടെ 2 മക്കള് 2 പെൺകുട്ടികളാണ്. മൂത്താള് അനറ്റ് വിവാഹം കഴിഞ്ഞ് കാനഡയിലാണ്. ഒരു കുഞ്ഞുവാവ 1 മാസമായിട്ടുള്ളൂ, കുഞ്ഞുവാവ ഉണ്ടായി. പിന്നെ 2ാമത്തെ മകള് അലീന, അവള് ദുബായിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയണു. തുടർന്നും നിങ്ങളുടെ ഈ ഗ്രൂപ്പ് സജീവമായിട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ പേര് ബിജോയ് എന്നാണ്. വീട് പാലിശ്ശേരിയിൽ. ഞാനവിടെ എനിക്കൊരു പോൾട്രി ഫാമാണ്. വൈഫ് വന്നിട്ടില്ല. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മകള് ഫാമിലി ഡോക്ടറാണ്. ബാംഗ്ലൂർ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത മകളുടെ പേര് മാളവിക. 2ാമത്തെ മകള് മീനാക്ഷി. അവള് MBBS പഠിക്കുകയാണ് ഇപ്പോൾ. മോൾഡോവ, റഷ്യയുടെ ഒരു സ്ഥലമാണ്. ഞാനൊക്കെ ആദ്യമായിട്ട് മോൾഡോവ എന്ന് കേട്ടത് ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ്. അപ്പൊ അവളിന്ന് തിരിച്ചു പോവുകയാണ് ലീവ് കഴിഞ്ഞിട്ട്. അപ്പോൾ വൈഫ് അതിൻ്റെ ഒരു ചെറിയ തിരക്കിലും അല്പം വിഷമത്തിലൊക്കെയാണ്. അവൾക്ക് വരണമെന്നുണ്ടായിരുന്നു. വൈഫിന്റെ പേര് സ്മിത എന്നാണ്. ആൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ടോമിന്റെ മിസ് പറഞ്ഞ പോലെ സ്മിതാസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ഇത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്നത്. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ ഞങ്ങളൊക്കെ പഠനം കഴിഞ്ഞിട്ട്, ഞാൻ പഠിക്കാൻ അത്ര ബ്രൈറ്റ് ഒന്നുമല്ല, ഒരു ആവറേജ്. പിന്നെ പ്രീ ഡിഗ്രി ശങ്കരയിലായിരുന്നു, ഡിഗ്രിയും ശങ്കരയിലായിരുന്നു. MA പകുതി വെച്ച് നിർത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പൊ എന്തായാലും ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രത്യേകിച്ച് പീറ്ററിനും ടോമിനും എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും ഓണാശംസകൾ. തൽക്കാലം നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഡേവിസ് PV, പാലാട്ടി കുന്തൻ ഹൗസ് പുള്ളി. എനിക്ക് 2 ആൺമക്കളെ. എൻ്റെ ഭാര്യയുടെ പേര് റാണി. മാണിക്കമംഗലത്തുള്ള കോലഞ്ചേരി ഭാര്യയുടെ വീട്ടിൽ പേര്. 2 ആൺമക്കള്. മൂത്തവൻ ജർമ്മനിയിൽ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുന്നു, 3ാമത്തെ വർഷം. ഇളയവൻ നാളെ ജർമ്മനിക്ക് പഠിക്കാനായിട്ട് നാളെ വൈകുന്നേരം പോകും. സാധൻ അതുകൊണ്ട് അങ്ങനെ വലിയ ഗംഭീരമായിട്ടൊന്നും എനിക്ക് പറയാൻ കിട്ടില്ല. 3 മക്കളായിരുന്നു. ഒരാൾ മരിച്ചുപോയി. മൂത്തവള് മീനുലിസ്മി എന്നായിരുന്നു പേര്. ഒന്നിലായിരുന്നു താമസം. അവളുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ ഉള്ളവരൊക്കെ വിറ്റ് പോകേണ്ടി വന്നു. ഇപ്പൊ അവളുടെ വീടിന്റെ അടുത്ത് അടിച്ചിലിയില് ഒരു ചെറിയ വീടൊക്കെ വെച്ച് താമസിക്കുന്നു. താഴെ 2 പെൺപിള്ളേരാണ്. മൂത്തവള് അവളുടെ പേര് മനീഷ, ഡിഗ്രി കഴിഞ്ഞു, കല്യാണം കഴിച്ചു, 2 പിള്ളേരുണ്ട്. 2 പിള്ളേരുടെ അപ്പാപ്പനാണ്. പിന്നെ അതിന് താഴെയുള്ളവള് മിഥുന. അവളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയറിന്റെ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ വരാൻ തോന്നിയപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആ കോഴ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പേര് ഷീല. ഫ്രാൻസിസ് കെ. ഇപ്പൊ നാട്ടുകാരൊക്കെ ജോർജാണ്. ഫ്രാൻസിസ് ആളൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ 85 ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഭാര്യ എന്നെ സഹായിക്കുന്ന സാധാരണ ആൾ വന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് 2 മക്കളാണ്. 2 പേര് UK നേഴ്സാണ്. വലിയ ഗവൺമെന്റ് സർവീസുകളാണ്. ലീവില്ലാത്തതുകൊണ്ട് വരാനിരുന്നു. മൂത്തമോൻ സുജിത്ത് UK-യിലാണ്. ഇളയവൻ സായി വിജു. അവൻ B.Pharm പഠിക്കണം അമൃതയില്. അവിടെ നിന്ന് ഒരു നവോദയയുടെ ഒരു ഇതുള്ളത് കൊണ്ടാണ് വരാതിരുന്നത്. ഞാൻ പോകുന്ന ഇതിൽ താമസിക്കുന്ന ബാർബർ ഷോപ്പാണ്. 2 മക്കളാണ്. 2 പേരും ജോലി ചെയ്യുന്നു. മൂത്തത് മോളാണ് റോമിയോ വർഗീസ്. 2ാമത്തെ മോനാണ് റോജി വർഗീസ്. 2 പേരും കേരളത്തിൽ ഞങ്ങൾ ഇവിടെ പല ജനങ്ങളുടെ പഠനം നടത്തുന്ന പബ്ലിക് അസാമിയാണ്.